ജീവിതം ഒരു ഞാണിൽമേൽ കളിയാണ്. ഒരിക്കൽ വീണുപോയാൽ തിരിച്ചു കയറണമെങ്കിൽ അസാമാന്യ ധൈര്യം വേണം. ഈ രണ്ട് കമ്പികളിലൂടെ തടിപ്പലകയിൽ ഉറപ്പിച്ച ലിഫ്റ്റിൽ താഴേക്ക് പോകുമ്പോൾ കൊച്ചുമോന്റെ കൈവശമുള്ളത് അത് മാത്രമാണ്, ധൈര്യം. 2022 പാലക്കാട് വച്ചുണ്ടായ ഒരു അപകടത്തിൽ കൊച്ചുമോന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഇനി ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. വിധിക്ക് കീഴടങ്ങാൻ കൊച്ചുമോന് മനസ്സില്ലായിരുന്നു. അങ്ങനെ സ്വന്തം ആശയത്തിലാണ് ഈ ലിഫ്റ്റ് ഒരുങ്ങുന്നത്. ചില സുഹൃത്തുക്കൾ സഹായിച്ചു. ഈ കൊറോണ സമയത്ത് ഇവിടെ പണിയൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ തെങ്ങി എത്താൻ പോയി. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇരുന്ന മടൽ ഒടിഞ്ഞ് നേരെ താഴോട്ട് പോരും ഇത്. അങ്ങനെ തലയങ്കുത്തി വീണ്, ഇരിക്കക്കുത്തല വീണ്, ഫൈനൽ കോഡ് ഒരു കശേരു വർണ്ണം പൊട്ടി, സുഷ്മനാടി ഞരമ്പ് ചതഞ്ഞു പോയി, അരയ്ക്ക് കീഴ്പോട്ട് മൊത്തം ഡാമേജായി. കയറി ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം കാണണം. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഫേസ്ബുക്കിൽ ഈ ചൈനക്കാർ ഇത് കൂട്ടും ഈ മോട്ടോർ കാണുകയും ഇട കാണും. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം കോയമ്പത്തൂരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവർ എനിക്ക് സാധനം അയച്ചു തരുമായിരുന്നു, കൊറിയറിൽ അയച്ചു തരുമായിരുന്നു. ഒരു സുഹൃത്ത് വെൽഡർ ഉണ്ട്, അപ്പോൾ അവനും എല്ലാം കൂടെ വന്നാണ് ഈ സംഭവം സെറ്റ് ചെയ്തു തന്നെ. ഒരു കുന്നിൻ ചെരുവിലാണ് കൊച്ചുമോന്റെ വീട്. മുകളിൽ നിന്ന് വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് ലിഫ്റ്റിലാണ്. മുറ്റത്തെത്തിയാൽ താഴെ ഷീറ്റ് കൊണ്ടും പലകകൾ കൊണ്ടും നിർമ്മിച്ച കാടഫാമുണ്ട്. ഇവിടേക്ക് പോകാൻ കൊച്ചുമോന് ആരുടെയും സഹായം വേണ്ട. വീൽചെയറിൽ കുത്തിത്തിരിഞ്ഞ് താഴേക്ക് ലിഫ്റ്റിൽ ഇറങ്ങുമ്പോൾ കൊച്ചുമോൻ ഒരു അഭ്യാസിയാണെന്ന് തോന്നും. എന്തെങ്കിലും ഒരു പണി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കാടകൃഷിയെ പറ്റി ഫേസ്ബുക്കിലൊന്ന് കാണാൻ തോന്നുന്നു. എന്നാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ ഇരുന്നുകൊണ്ട് വെൽഡ് ചെയ്ത് കൂടൊക്കെ ഉണ്ടാക്കി. പെരുമ്പാവൂരിന്നൊരു സ്ഥലത്തുനിന്നാണ് നമ്മൾ കടനെ കൊണ്ടുവന്നത്. ആദ്യം ഒരു 100 കൊണ്ടുവന്ന് കുഴപ്പമില്ല. അങ്ങനെ ഒരു 500 ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഇച്ചിരി വിപുലീകരിച്ച് അന്ന് തുടങ്ങാക്കെന്ന് ഓർത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് കാട വീണ്ടും പോയി ഒരു 10-50 കാടനെ കൊണ്ടുവന്നിട്ട് അതിന് പൂവിനെയും കൂടെ കൊണ്ടുവന്ന് കൊത്തുമുട്ട ഉണ്ടാക്കി, അതിന് എഗ് ബാറ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഈ പാറത്തോട് SBI ബാങ്കുകാരന് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ വന്നു കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒരു 2 നിലയാക്കണം എന്നാണ് എൻ്റെ പ്ലാന്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ആഗ്നസും പ്രായമായ പിതാവ് വർഗീസും ഉൾപ്പെടുന്ന കുടുംബത്തെ കൊച്ചുമോൻ ഈ വീൽ ചെയറിലിരുന്നാണ് പുലർത്തുന്നത്. തോൽക്കാൻ തയ്യാറല്ല നമ്മൾ ഒരിക്കലും. നമ്മൾ തോൽവി നമ്മുടെ ദുഗുണ്ടോയിലില്ല. എല്ലാവർക്കും തോൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ഷീണമാണ്. അത് കാരണം നമ്മൾ തോക്കാൻ തയ്യാറില്ല. ജൈനസ് രാജുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജൈൻ, എന്തും മനുഷ്യനല്ലേ, ഇതാ അവസാനം പറഞ്ഞ ആ വാക്കുകൾ അത്രമാത്രം മതി. ഈ പ്രതിസന്ധികളിലൊക്കെ പെട്ട് അതിനെയൊക്കെ പൊരുതി മുന്നിലേക്ക് വരുന്ന മനുഷ്യർ ഓരോരുത്തരും പറയുന്ന ആ വാക്കുകൾ നൽകുന്ന ഒരു ഊർജ്ജമുണ്ട്. ദാ ഈ ഒരു മനുഷ്യനെ മാത്രം കേട്ടിരുന്നാൽ മതി ഒരാൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ. സാധാരണ നമ്മൾ ഇത്തരം ഏതെങ്കിലും തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്നാൽ ആദ്യം അവർ പറയുക അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ജീവിത സാഹചര്യമൊക്കെയാണ്. പക്ഷേ ഈ കുഞ്ഞുമോൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് റിപ്പോർട്ടർ എന്ന നിലയിൽ എനിക്കുണ്ടായത്. കാരണം അദ്ദേഹവുമായി സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല, അത് പറയുന്നതും എനിക്കിഷ്ടമല്ല, അങ്ങനെയുള്ള ആളുകളെ ഞാൻ അടുപ്പിക്കാറില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ പോസിറ്റീവായിട്ടുള്ള രീതി തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടം പറ്റി വീൽ ചെയറിലായി പോയിട്ടും ജീവിതം തിരിച്ചു പിടിക്കണം എന്നൊരു തോന്നലുണ്ടാകാൻ, അതിനൊരു ആത്മവിശ്വാസം നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ് ഒപ്പമുള്ളത്. മറ്റൊരു കുട്ടി കൂടിയുണ്ട്, അത് ഭാര്യയുടെ ഒപ്പമാണ് കഴിയുന്നത്. അപ്പോൾ ഈ മോളാണ് അല്പമൊക്കെ സഹായിക്കുന്നത്. പിന്നെയുള്ള പിതാവ് അദ്ദേഹം രോഗിയാണ്. അപ്പോൾ ഒരുപാട് സഹായിക്കാനൊന്നും കഴിയില്ല. ചെറിയ എന്തെങ്കിലും വീൽ ചെയർ ചെറുതായി ഒന്ന് തള്ളിക്കിടക്കാനൊക്കെ ഉള്ള ആരോഗ്യസ്ഥിതിയാണ് പിതാവ് വർഗീസിനുള്ളത്. അപ്പം അതല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ സമയവും അദ്ദേഹം തന്നെയാണ് ഈ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തുന്നത്. ഈ ലിഫ്റ്റിൽ താഴേക്ക് പോകും, കാടയ്ക്ക് തീറ്റ കൊടുക്കും, അതോടൊപ്പം തന്നെ കാടകളെ പിടിക്കും, മുട്ട ശേഖരിക്കും, അത് ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിച്ചതിന് ശേഷം ഈ 37 ദിവസമാകുമ്പോഴേക്കും ഈ കാട കുഞ്ഞുങ്ങൾ പ്രായമാകും. അത് ഇറച്ചിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കട്ടപ്പനയിൽ കൊണ്ടുപോയാണ് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് വാഹനത്തിൽ ഈ കാടക്കോഴികളുമായിട്ട് മാർക്കറ്റിൽ പോകുന്നതും അവിടെ വിറ്റ് പണം വായി തിരികെ മടങ്ങി എത്തുന്നതുമൊക്കെ ചെയ്യുന്ന അദ്ദേഹം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് ഇതേപോലെ പല അപകടങ്ങളിൽപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആശങ്ക പലർക്കും ഉണ്ടാകാം. അങ്ങനെയുള്ള ആശങ്ക നേരിടുന്ന ആളുകൾക്ക് മുന്നിലൊരു ഉദാഹരണമാണ് ഈ കൊച്ചുമോൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു ഇടുക്കിക്കാരനാണ്. ഇടുക്കിക്കാരൻ്റെ അതേ ഒരു മനസ്സ്
എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് അതെ അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞത്. തോൽക്കാൻ ഒരു മനസ്സില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ. ഇപ്പോൾ ഒരു സമയത്ത് തളർച്ചയിലേക്ക് പോയ ഒരാളാണ്. അവിടെ തോറ്റു പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും എത്തില്ലായിരുന്നു. പക്ഷെ അതിനെ അതിജീവിച്ച് മുന്നിലേക്ക് വന്നതുകൊണ്ടാണ് കൊച്ചുമോൻ എന്ന വലിയ മനുഷ്യനെ കുറിച്ച് നമ്മൾക്കിപ്പോൾ സംസാരിക്കേണ്ടി വരുന്നത്. ഒന്ന് പകച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ മനുഷ്യരെയൊക്കെ മാത്രം കണ്ടാൽ മതി. അവരുടെ ജീവിതം എന്താണ് എന്ന് അടുത്തറിഞ്ഞാൽ മാത്രം മതി. തീർച്ചയായിട്ടും നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുക തന്നെ ചെയ്യും. അത്ര വലിയൊരു സന്ദേശമാണ് ഓരോരുത്തർക്കും ഈ മനുഷ്യരൊക്കെയും നൽകുന്നത്. ജെയിനാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.